ചാനലിൽ ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു. അയാൾക്ക് എന്നോട് പണ്ട് 2013 എന്നെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ആ ഒരു വിരോധമുള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു. നിങ്ങൾ ആരും കണ്ടില്ല. കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൽ കാര്യമില്ല. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞത്, ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു MLA ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഞാൻ ഇടപെട്ടിട്ടുമില്ല. പക്ഷെ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ, ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരതിൽ പ്രവർത്തിക്കുന്നില്ല. അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു. ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ, ശരിയാണെന്ന് അവരും പറഞ്ഞു. അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ഞാനും മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. അവര് 44 താൽക്കാലിക ജീവനക്കാരെ പിൻവലിച്ചു. ഈ പരാതി കൊടുക്കുന്നത് കുറഞ്ഞു. അതെങ്ങനെയാണ് ഈ പരിഗണിക്കുന്നത്? അത് നമ്മളെ ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്താണ് പോകുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവര് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ട് പോകണം. KSRTCക്ക് അടക്കം കഴിഞ്ഞ കുറെ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ പരിമിതിയുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ഇതിനൊരു പരിഹാരം. ഇല്ല, അങ്ങനെയല്ല. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ.